ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. Court Junction, നെടുങ്കണ്ടം. നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നെടുങ്കണ്ടത്തിൻ്റെ ബോർഡറായ രാമക്കൽമേടിലാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അഖിലേട്ടനുണ്ട്. അപ്പോൾ അഖിലേട്ടൻ ഇതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ പെടുന്ന ഒരു സ്ഥലമാണ് ഈ രാമക്കൽമേട്. വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ ഗാർഡ്സിൽ ഇവിടുന്ന് പാലക്കാട് വരെയുള്ള ഗാർഡ്സിൻ്റെ ഇടയിലുള്ള ഒരു കാണുന്ന കല്ലാണ് രാമക്കൽമേട് എന്ന് പറയുന്നത്. എക്സാക്റ്റ് രാമക്കൽമേട്, അതായത് ശ്രീരാമൻ്റെ പാദസ്പർശം ഏറ്റ് എന്നാണ് ഇവിടുത്തെ ഐതിഹ്യ കഥകളിൽ പറയുന്നത്. 3500 അടി ഹൈറ്റുള്ള കല്ലാണത്. അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് കയറാൻ പറ്റും. നടന്നു പോകണം, ഇച്ചിരി അഡ്വഞ്ചറായിട്ട് വേണം കയറി പോകാൻ. കണ്ടോ ആ താഴെ കൂടെ ഒരു വഴി പോലെ ഇങ്ങനെ കാണിച്ചേക്കുന്നുണ്ടോ, അതാണ് ഒരു പാറ. കണ്ടോ, അതൊരു ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത്. ഒരു ഹിഡൻ സ്പോട്ടാണത്. അപ്പോൾ അത് വരണമെന്ന് പറഞ്ഞാൽ അത് ഈ ജീപ്പ് ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളത്. കാരണം ഇത് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന ഒരു മലയുടെ മണ്ട, ഇപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗമാണ് രാമക്കൽമേട് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ ആൾക്കാർ വന്നിട്ട് 2 സ്ഥലത്തോട്ട് ഡിസൈഡ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങോട്ട് കയറുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിനൊരു ഹെവി നടത്തമുണ്ട് മേളിലോട്ട്. നടന്ന് അതിൻ്റെ മണ്ടയിൽ ആ മേളിൽ റെഡ് കളർ കണ്ടോ ആൾ നിൽക്കുന്നുണ്ടോ, അതൊക്കെ ഭയങ്കര വ്യൂ പോയിന്റ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് തെളിയുന്നതനുസരിച്ച് കാണാൻ പറ്റും ഫുള്ള് തമിഴ്നാട്. അപ്പോൾ അങ്ങനെ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലുമല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മലയൊക്കെ കാണാം. അതൊക്കെ ഇതിനേക്കാളും ഹൈറ്റുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ അവിടെ നിന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. നമ്മുടെ ശില്പം ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതൊരു പ്രത്യേക ഡിസൈനാണ് ഇത് ചെയ്തേക്കുന്നത്. കാരണം ഇത് പായലും പൂപ്പലൊക്കെ പിടിച്ച് ഇതിന് വേറൊരു തലത്തിലോട്ട് പോകുന്നതാണ് ശില്പി പറഞ്ഞത്. കാരണം ആൾക്കാർ കയറി ഇത് കുറച്ച് നശിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇതുപോലെ വേലിയൊക്കെ ഇട്ട് കെട്ടി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഇത് കുറവനും കുറത്തി അവരുടെ ഫാമിലി ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ്, ഒരു പ്രതിമയാണ്. കൈക്കുഞ്ഞുണ്ട്, കൈ വേറൊരു പയ്യൻ നിപ്പുണ്ട്, പിന്നെ ഒരു കയ്യിലൊരു കോഴിയുണ്ട്. ഇതിന് കുറവനുണ്ട്, കുറത്തിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കി ഡാം, നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം പണിതേക്കുന്നത് ഈ കുറവൻ കുറത്തി മലകൾക്കിടയിലാണ്. നമ്മുടെ ഈ ഒരു പ്രദേശത്തിന് നമ്മുടെ പുരാണമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടെന്ന് പറയാം. അതായത് ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ രാമക്കൽമേട് എന്നാണ്. അപ്പോൾ അത് പുരാണത്തിലെ രാമായണത്തിലെ ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെ പേരാണ്. അപ്പോൾ വനവാസ, അതായത് സീതാദേവിയെ ശ്രീലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയതിന് ശേഷം പല വനാന്തരങ്ങളിലൂടെയും പല ഭൂപ്രകൃതികളിലൂടെ അലഞ്ഞു തിരിഞ്ഞാണ് ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ അതിൽ വൺ ഓഫ് ദ പ്ലേസ് ആയിട്ടാണ് രാമക്കൽമേട് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് താഴോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ എക്സാക്റ്റുകൾ അറിയാൻ പറ്റും. അപ്പോൾ അത് ഹനുമാനാണ് ഈ കല്ല് ഇവിടെ അടുക്കി കൊടുത്തതെന്നാണ് പറയുന്നത്, ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കടൽ തീരമാണെന്നും പറയുന്നുണ്ട്. ഇതല്ല, ഈ അപ്പുറത്ത് നമ്മുടെ രാമക്കൽമേടിന്റെ താഴ്വശം തമിഴ്നാട്, അതായത് അത് ഫുള്ള് തമിഴ്നാട് തേനി ജില്ലയുടെ ഭാഗമായി കാണുന്ന ഫുള്ള് സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് ഐതിഹ്യം അത് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുന്നാണ് ശ്രീലങ്കയ്ക്ക്, അതായത് രാമേശ്വരം വഴി ഇവിടുന്ന് നേരെ രാമേശ്വരത്തോട്ട് പോയെന്നും രാമേശ്വരത്തു നിന്നും ശ്രീലങ്കയിലേക്ക് പോയെന്നും ഐതിഹ്യം പറയുന്നത്. അതായത് ബോർഡർ, അതായത് ഈ പ്രദേശത്ത് നിന്ന്. അപ്പം ഈ കുറവൻ കുറത്തി സ്റ്റാച്ചുവിൻ്റെ കഥയും ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണുള്ളത്. ശ്രീരാമൻ്റെ ശാപത്താലാണ് ഈ കുറവനും കുറത്തിയും മലകളായിട്ട് മാറിയെന്നും പിന്നെ ലോകത്തിൽ നിങ്ങൾ പ്രശസ്തിയാകുമെന്നും ശാപമോശമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. ആ ഐതിഹ്യത്തിലാണ് ഈ ശില്പം തന്നെ ഇവിടെ പണിതിരിക്കുന്നത്. വാനരന്മാർ എപ്പോഴും രാമക്കൽമേട്ടിലുണ്ട്. കാരണം നമ്മളിവിടെ വരുമ്പോഴാണ് കാണാം, താഴെയുണ്ട്, പിന്നെ ഈ മേളിലോട്ട് കയറി പോകുന്ന വഴിക്കുണ്ട്. ഈ രാമക്കൽമേട്ടിൽ എപ്പോഴും ഒരു വാനര കവർ ചെയ്തിട്ടുള്ളൊരു പ്ലേസാണ്. ചിലപ്പോൾ മേളിലായിരിക്കും, ചിലപ്പോൾ താഴെയായിരിക്കും, ചിലപ്പോൾ ആ പോയിന്റിൽ വരും. അപ്പോൾ എപ്പോഴും വാനരന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇതൊരു ഗോപുരം പോലെ. ഇത് ആൾക്കാർക്കൊക്കെ ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ വേണോ. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഇങ്ങോട്ട് വന്നിട്ട് കയറി പറയും. ഇതുണ്ടോ, ആ കാണുന്നതാണ് വിൻഡ്മില്ല്, കാറ്റാടിപ്പാടം. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്നതിലൊരു സ്ഥലമാണ് രാമക്കൽമേട്. അപ്പം മലമുഴക്കി വേഴാമ്പൽ, ഇതാണ് മലമുഴക്കി വേഴാമ്പൽ സ്റ്റാച്ചു. വാച്ച് ടവറാണ്. അപ്പോൾ ഇതിന് വേണ്ട നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ഇതിനൊരു നാച്ചുറൽ സ്റ്റോറിയും കൂടെ ഉണ്ട്. ഇത് പണിതേക്കുന്ന ശില്പി ഇതിൻ്റെ രീതിയിലാണ് ഒരു സ്റ്റോറി ഇട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ താഴെ നോക്കിയപ്പോൾ കണ്ടില്ല, ഇതൊരു മരത്തിൻ്റെ കുറ്റിയാണ്. മരക്കുറ്റി, അതിനകത്ത് അഭയം പ്രാപിച്ചേക്കുന്ന ഒരു ആന. പിന്നെ അത്യാവശ്യം തിരക്കുകൾ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഈ വെക്കേഷൻ ടൈമിൽ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കോളേജ് സ്കൂള് ടൂറ് ട്രിപ്പ് നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷനായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ അവധി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല തിരക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ പൊതുവിൽ നമ്മുടെ പിന്നെ തിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ടൂറിസമായിട്ട് സംബന്ധിച്ച്. എൻട്രൻസ് പാസോ അങ്ങനെ വല്ല കാര്യങ്ങളും ഏർപ്പാടാക്കി? നമ്മൾ പാസ്സുണ്ട്. നമുക്ക് വലിയവർക്ക് 25 രൂപയും
നമുക്ക് 12 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് 15 രൂപയായും അങ്ങനെ ആ ഒരു നിരക്കിലാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഹൈവേ, പുതിയ ടൂറിസം ഹൈവേ ഇതുവഴി പോകുന്നതിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഹൈവേ എന്നുകൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. വണ്ടികൾക്കെല്ലാം വരാനുള്ള ഒരു അത്യാവശ്യം സൗകര്യമായിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് അതിൻ്റെ ഒരു മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. കുമളി, മൂന്നാർ ഗസ്റ്റുകളും ഒക്കെ ഇതുവഴി പാസ് ചെയ്യുന്ന പോകുന്നുണ്ടല്ലേ? അപ്പോൾ രാമക്കൽമേട് എക്സ്പ്ലോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. രാമക്കൽമേട് അപ്പോൾ ഓക്കെ, കാണാം. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രദേശത്തിന് കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഏതൊരു മലയെയും ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൈഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇന്നും നമ്മളോട് അവരെന്താണ് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹായ്, നമസ്കാരം. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇങ്ങോട്ടുള്ള യാത്ര? അടിപൊളിയായിരുന്നു. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? എറണാകുളത്ത് നിന്ന്. എപ്പോഴും പുറപ്പെട്ടു അവിടുന്ന്? മിനിഞ്ഞാന്ന് പോകുന്ന. അപ്പം എവിടെയായിരുന്നു സ്റ്റേ അപ്പോൾ ഇന്നലേക്ക്? എങ്ങനെയുണ്ട് നമ്മുടെ രാമക്കൽമേടൊക്കെ? ഇഷ്ടപ്പെട്ടോ? വണ്ടി ഓടിക്കാൻ എക്സ്പ്ലോർ ഓഫ് റോഡ് വഴിയൊക്കെ ഉണ്ടോ? ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ ഇങ്ങോട്ട് കയറി വരുന്നത്? ഇതൊക്കെ ട്രെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് വരുന്ന വണ്ടികളാണ്. ഇതൊക്കെ ആമപ്പാറ പോയിട്ട് കറങ്ങി വരുന്ന ഗസ്റ്റുകളാണ്. അപ്പോൾ അവർ ഫുള്ള് രാമക്കൽമേട്ടിൽ എന്തൊക്കെ കാഴ്ചകളുണ്ടോ അത് ഫുള്ള് കാണാൻ പറ്റും. നമ്മൾ നടന്നിപ്പോൾ പോവുകയാണെങ്കിൽ ഒരു സ്ഥലമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ മേളുവശം കണ്ടു, അവിടെ താഴെ കാണുന്നിറങ്ങി അതിനുള്ള സമയവും നടന്നു പോകാനുള്ള മനസ്സും ആരോഗ്യം എല്ലാം വേണം. അതെ. അപ്പോൾ പ്രേക്ഷകരെ, ഞാനും അഖിലേട്ടനും കൂടെ നടന്ന് ഇപ്പോൾ രാമക്കൽമേട് എന്ന് പറഞ്ഞ മലയുടെ പകുതി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ആദ്യം പോയ കുറവനും കുറത്തിയും അവിടുത്തെ സ്റ്റാച്ചു നമുക്ക് കാണാൻ പറ്റും. ഈ വന്ന് കയറിയതിൻ്റെ കിതപ്പ് കാരണമൊന്നും പറയാൻ പറ്റുന്നില്ല. അഖിലേട്ടൻ ഓക്കെയാണ്, ഞാൻ കുറച്ച് ടയേർഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി പോകാം, നടന്നെത്തുമ്പോൾ കാണാം. അപ്പോൾ പ്രേക്ഷകരെ, കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ AM ന്യൂസ് നെറ്റ്വർക്ക് ഇന്ന് ഇടുക്കിയുടെ കൊടുമുടി താണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം രാമക്കൽമേട്, അതോടൊപ്പം ഞങ്ങളും AM ന്യൂസിൻ്റെ പ്രതിനിധിയായ അഖിൽ ഗിരീഷ് തിരുമേനി ഞങ്ങളും ഇതിൻ്റെ കൊടുമുടി താണ്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് കാണാം. അപ്പോൾ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള രാമക്കൽമേട് എന്ന് പറയുന്ന കല്ലിതാണ്. 3500 ഫീറ്റാണ് ഇതിൻ്റെ ഫ്രോം സീ ലെവൽ ഈ രാമക്കൽമേടിൻ്റെ ഹൈറ്റ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിയോനാർഡോ ഡികാപ്രി ഈ രാമക്കൽമേട് പുള്ളി സന്ദർശിക്കുകയും ഇഫ് ദർ ഇസ് എ പാരഡൈസ് ഓൺ എർത്ത് ഇറ്റ് ഈസ് ഹിയർ എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ രാമക്കൽമേടിൻ്റെ മുകളിൽ നിന്നാണ്. അപ്പോൾ പ്രേക്ഷകരെ, ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഐതിഹ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അഖിലേട്ടൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് തരും. അഖിലേട്ടാ, നമ്മളിത് ഈ കാണുന്ന പാറ ഉണ്ടോ? ഇതൊരു ഒറ്റ പാറയായത്. ഇതിൻ്റെ താഴെ അങ്ങ് തുടങ്ങുന്നത് ഈ പറയുന്ന കോമ്പ ക്ഷേത്രത്തിൻ്റെ ഈ രംഗനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഉത്ഭവിച്ചേക്കുന്ന പാറയായത്. 3500 അടി ഹൈറ്റ് ഉണ്ടെന്നാണ് ഇതിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം. ഇതുണ്ടോ, ഇത് ഒരു ഫില്ലർ, ഇതെല്ലാം ഇങ്ങനെ തിരമാല അടിച്ച പാടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പണ്ട് പുരാതന കാലത്ത് ഇത് കടൽ തീരമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഈ പാറകളിലൊക്കെ തിരമാല ടച്ച് ചെയ്തേക്കുന്ന ഒരു സ്റ്റെപ്പ് കണ്ടോ, ഇങ്ങനെ പാടുകൾ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ശ്രീരാമൻ ഇരുന്നതെന്നും ഈ കല്ലും രാമേശ്വരവും ശ്രീലങ്കയെല്ലാം ഒറ്റ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സ്ഥലം ഇപ്പോഴാണ് നമ്മളുള്ളത്. കാരണം ഈ പാറകളൊക്കെ ഉണ്ടോ, ഒന്നിനു മേലെ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെ ഒരു മനോഹരമായിട്ട് കാഴ്ചകളുണ്ട്. കണ്ടോ, ഒരു ചെറിയ പാറയിലാണ് ഊട് വെച്ച് ഇരിക്കുന്നത്. നിരവധി പാറകളുണ്ട്. ഇതിന് താഴെ ഒരു ചെറിയൊരു ഹിഡൻ കേവ് ഉണ്ട്. ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു കേവാണ്. അത് നമുക്ക് കാണാൻ. രാമക്കൽമേട്ടിലെ കാഴ്ചകൾ കാണാൻ കാഴ്ചകളാണ്, ഒരുപാട് കാഴ്ചകളാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് ഒരാൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് ഇതിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാറകളൊക്കെ ഉണ്ടോ, ഇതൊക്കെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച. നിരവധി പാറകൾ അതിന് സപ്പോർട്ട് ചെയ്തിട്ടൊരു കുഞ്ഞു പാറ. പിന്നെ ഇവിടെ ഒരു ഹിഡൻ കേവ് ഉണ്ട്. ഇത് ഈ പ്രദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കേവ് ഉള്ളതായിട്ട് തോന്നുന്നു. കാണുന്നതാണ് രംഗനാഥസ്വാമി ക്ഷേത്രം. കോമ്പൈ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. ഭയങ്കര വലിയ ക്ഷേത്രമാണ്. പക്ഷേ വർഷത്തിലെ കന്നിമാസത്തിലെ 5 ശനിയാഴ്ച ദിവസം മാത്രമേ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ നമ്മൾ നേരത്തെ ക്ഷേത്രത്തിൽ നിന്ന് കണ്ട വഴി, ആ അമ്പലത്തിലോട്ട് പോകുന്ന വഴി, അവിടുന്ന് റോഡുണ്ട് കോമ്പയിലോട്ട്. കോമ്പൈ, തേവാരം, ബോഡി നായ്ക്കനൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം ഈ താഴെയായിട്ടാണ്. ഇത് കുറേ അത്ഭുത കല്ലുകളാണോ, അടുക്കി ഈ കല്ല് അടഞ്ഞിരിക്കുന്നു, അതിൻ്റെ അപ്പുറത്തെ കല്ല് എല്ലാം ഇങ്ങനെ കൂട്ടി യോജിച്ച് വെച്ചേക്കുന്ന ഒരു സംവിധാനമാണ്. കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ AM ന്യൂസ് നെറ്റ്വർക്ക് ഇന്ന് ഉയരങ്ങളുടെ കൊടുമുടിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ഇടുക്കിയുടെ ഒരു കൊടുമുടിയായ രാമക്കൽമേട്ടിലാണുള്ളത്. AM ന്യൂസ് നെറ്റ്വർക്കിൻ്റെ പ്രതിനിധിയായ അഖിൽ ഗിരീഷ് തിരുമേനി.
സൈനിങ് ഓഫ്. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ആന്റിക്, ചെട്ടിനാട്, ടർക്കിഷ്, സിംഗപ്പൂർ, കൽക്കത്ത, രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം 3000 രൂപ മുതൽ, തിരികെ നൽകുമ്പോൾ 95% ബൈബാക്ക്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി. തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഹലോ, നീ എവിടെയാ? വൈകിട്ട് കുഞ്ഞിനെ കാണാൻ പോകേണ്ടതല്ലേ? ഗിഫ്റ്റ് മേടിച്ചോ? മോനെ, ഈ വെള്ളം ഒന്ന് കുടിച്ചേ. വെള്ളം കുടിക്കും മോനെ. Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. Code Junction, Nedunkandam.